നിങ്ങൾ എനിക്ക് കാശ് തന്നിട്ടുണ്ടെങ്കിൽ ഞാൻ കൊച്ചിനെ തന്നിട്ടുണ്ട്. കാർത്തിയായനി തന്റെ കുഞ്ഞിനെ വിറ്റതാണെന്ന് അർച്ചന അറിയുന്നു. അർച്ചനയെ കാർത്തിയായനി മുറിയിൽ പൂട്ടിയിടുന്നു. സുധി കുഞ്ഞിനെ കാണാനെത്തുന്നു. അർച്ചനയെ കാണാത്ത വിഷമത്തിൽ അമ്പിളി ആത്മഹത്യക്കൊരുങ്ങുന്നു. രാത്രി മഴ തുടരുന്നു. എന്റെ മോള് വല്ല കടുക്കുകയും ചെയ്തോ? അയ്യോ 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 എന്റെ ദൈവമേ, മോളെ നീ എന്താ ഈ ചെയ്തത്? അയ്യോ കണ്ടില്ലേ, ഇത് കണ്ടില്ലേ നിങ്ങള്? നിനക്ക് എങ്ങനെ ഇതിന് തോന്നി എന്റെ മോളെ? എന്റെ പൊന്നു മോളെ, നീ എന്താ ഈ ചെയ്തത്? എനിക്ക് ജീവിക്കണ്ട, എന്റെ അച്ഛൻ മരിച്ചിട്ടുണ്ടോ? ഇനി എനിക്ക് ജീവിക്കണ്ട. എന്താ മോളെ നീ പറയുന്നത്? അയ്യോ എന്റെ ദൈവമേ, എന്റെ മോളെ. നീ ഇങ്ങനെയൊക്കെ തുടങ്ങിയ അമ്മ ഇനി എന്ത് ചെയ്യും മോളെ? മരിക്കുവാണെങ്കിൽ നീ എന്നോട് കൂടി പറയാത്തത് എന്താ മോളെ? ഞാനും കൂടി നിന്റെ കൂടെ വരില്ലേ? ഒരു നിമിഷം വൈകിയിരുന്നെങ്കിൽ മോടെ മരവിച്ച ശരീരം നിങ്ങൾക്ക് കാണായിരുന്നു. അർച്ചന എന്റെ മക്കളും തമ്മിലുള്ള ബന്ധം എന്താണെന്ന് ഇനിയും നിങ്ങൾക്ക് മനസ്സിലായില്ലേ മനുഷ്യ? ഞാൻ മിണ്ടരുത് നിങ്ങള്. ശബ്ദിക്കാനുള്ള ഒച്ച നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു. സ്വന്തം മോള ആ കുരുക്കി കിടന്ന് പെടഞ്ഞു തീരേണ്ടിയിരുന്നത്. അവളില്ലാതായാ പിന്നെ ഞാൻ ജീവിച്ചിരിക്കില്ല. എന്റെ മുന്നേ രേവതിയും പോ. ഈ വരാന്ത നിരന്നു കിടക്കും 3 ശവങ്ങള്. അത് കണ്ട് തൃപ്തി അടയാൻ നിങ്ങൾക്ക്. കൂടപ്പിറപ്പുകളുടെ വില നിങ്ങൾക്കറിയില്ല. നിങ്ങൾക്ക് പണം മാത്രം മതി. അതിനുവേണ്ടി നിങ്ങൾ അവരുടെ കൂടപ്പിറപ്പിനെ വിറ്റു. എന്റെ മക്കളുടെ ജീവനെ കരുതിയെങ്കിലും പറ, അർച്ചനയ്ക്ക് എന്ത് സംഭവിച്ചെന്ന്. നിങ്ങളുടെ 2 പെമ്മക്കളുടെ ജീവന്റെ വിലയാത്. പറ, അർച്ചന എവിടെയുണ്ട്? നിങ്ങൾ അവളെ വിറ്റോ? എവിടെയെങ്കിലും ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ അതെങ്കിലും ഒന്ന് പറ. എന്തൊക്കെ കാർത്തിയാനി കേൾക്കുന്നത്? നീ എന്തിനാ ഇങ്ങനെ നിന്ന് വിറയ്ക്കുന്നത്? കാര്യത്തിന്റെ ഗൗരവം നിനക്ക് ഇനി മനസ്സിലായില്ലേ? അർച്ചന കുഞ്ഞു എവിടെ? ഇവിടെ ഉണ്ടോ? ആശുപത്രിയിൽ നിന്ന് വരുന്ന വഴി ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി. നിന്റെ വീട്ടിലേക്കാണ് ഞാൻ അവളെയും കൊച്ചിനെയും കൊണ്ടുവരാനിരുന്നത്. വഴിക്ക് വെച്ച് കുറെ ഗുണ്ടകള് കാറ് തടഞ്ഞു. 7-8 പേര് വടിവാളും കത്തിയുമായി ചാടി വീണു. ആംബ്രോസിനെ അവരടിച്ചിട്ടു. എന്റെ കയ്യിൽ നിന്ന് അവർ കൊച്ചിനെയും കൊണ്ടുപോയി. ഒരു വിധത്തിലാണ് ഞാൻ അർച്ചന ഇവിടെ കൊണ്ടെത്തിച്ചത്. അയ്യോ, ഇനി എന്ത് ചെയ്യും? അർച്ചന എവിടെ? ഞാൻ അവളെ ഒന്ന് കാണട്ടെ. നീ ഇപ്പൊ അവളെ കാണാതിരിക്കുക നല്ലത്. അവളുടെ ബഹളം കാരണം ഞാൻ മുറിയിലിട്ട് പൂട്ടിയിരിക്കുക. എന്ത് ദ്രോഹ കാർത്തിയാനി നീ ചെയ്യുന്നത്? പ്രസവം കഴിഞ്ഞ പെണ്ണല്ലേ അവള്? ഞാൻ അവളെ തുറന്നു വിടണോ? ഞാൻ മാത്രമല്ല, നീയും കുടുങ്ങും. ജയിലിൽ പോണോടി നിനക്ക്? അവളെ മുറിയിൽ അടച്ചിട്ടിട്ട് നീ എന്ത് ചെയ്യാനാ? അവളുടെ കെട്ടിയവൻ വന്നേ അവളെ കൂട്ടിക്കൊണ്ടുപോകും. മനസ്സിലായില്ലേ? ചെവള വരുന്നുണ്ട്. എടി മഹാഭാവി, അപ്പൊ നിന്റെ മനസ്സിൽ അതായിരുന്നല്ലേ? വയടക്കടി. ഏതോ ഒരുത്തിയ ചിലവിന് കൊടുത്ത് കൂടെ താമസിപ്പിച്ചത് എന്തിനാന്നാ നീ കരുതിയത്? അവളെ പുറത്തുവിട്ടാ കേസുമായിട്ട് അവള് പോലീസ് സ്റ്റേഷനിൽ പോകും. എന്നെയും നിന്നെയും പിന്നെ ഇവനെയും പോലീസ് പിടിക്കും. അത് വേണോടി? അവളെ കൂടെ പൊറിപ്പിച്ചെന്നെ
നീ സമാധാനം പറയേണ്ടി വരും. അവളുടെ വായടപ്പിക്കണമെങ്കിൽ ചെവള കൊണ്ടുപോയേ പറ്റൂ. ഇതൊക്കെ നേരി പറയാനാ നിന്നോട് ഞാൻ ഇങ്ങോട്ട് വരാൻ പറഞ്ഞു. ആ ഡോക്ടർ അടങ്ങിയിരിക്കുന്നു നീ കരുതുന്നുണ്ടോ? പോലീസുമായിട്ട് അവരിനി വരാൻ പോകുന്നത്. നിന്റെ വീട് അവർക്കറിയില്ല, പക്ഷെ പോലീസ് കണ്ടുപിടിക്കും. ഞാൻ എന്ത് പറയൂ ഈശ്വര? നീ പറയേണ്ട കാര്യം ഞാൻ പറഞ്ഞു തരാം. ഞാൻ അവളെ നിന്റെ വീട്ടിൽ കൊണ്ടുവിട്ടെന്ന് മാത്രം പറഞ്ഞാൽ മതി. അവര് വന്നാലുടൻ നീ എന്നെ വിവരം അറിയിക്കണം. പോലീസ് ഇങ്ങോട്ട് വരട്ടടി. അർച്ചന കുഞ്ഞുമായിട്ട് ചാടിപ്പോയെന്ന് ഞാനങ്ങ് പറയും. അവളുടെ കൊച്ചിന്റെ തന്തയെ അവള് വിളിച്ചു വരുത്തി അവന്റെ കൂടെ അവള് പോയി. കൊച്ചിന്റെ തന്ത ആരാന്നൊന്നും നമുക്കറിയത്തില്ല. അതെ ചേച്ചി, അവള് കേസുമായി രംഗത്ത് വരാതെ ആർക്കും ഒരു ചുക്കും ചെയ്യാൻ കഴിയില്ല. അപ്പൊ പുനലൂരിലെ ഡോക്ടർ ഇടപെടില്ലേ? പിന്നെ ആ ഡോക്ടർക്ക് അതിനല്ലേ നേരം. അർച്ചനയുടെ നാത്തൂനല്ലയോ ആ ഡോക്ടർ. അന്ന് അവള് വിളിച്ചപ്പോ അവര് വന്നിട്ട് പോയി. അത്രേ ഉള്ളടി. നീ ധൈര്യമായിട്ടിരിക്കെ. അവര് വരത്തില്ല. അർച്ചന മറ്റേതോ വഴിക്ക് രക്ഷപ്പെട്ടു എന്ന് അവര് കരുതും. അതെ, നീ കൂടുതലൊന്നും ആലോചിച്ച് തല പുകയ്ക്കണ്ട. നിന്റെ വീട്ടിൽ നിന്ന് അവളെ ഞാൻ പ്രസവത്തിന് കൊണ്ടുപോയ കാര്യം മാത്രം പറഞ്ഞാൽ മതി. ബാക്കി കാര്യം ഞാൻ ഏറ്റു. ഡാ, നീ ഇവളെ കൊണ്ടുവിടാൻ നോക്ക്. ഇതുവരെ വന്നിട്ട് അർച്ചനെ ഒന്ന് കാണാതെ എങ്ങനെ പോകാനാ? ദേ, എന്നെ കൊണ്ട് അതും ഇതും പറയിപ്പിക്കാതെ നീ ഒന്ന് പോ ചന്ദ്രി. വാ ചേച്ചി, നമുക്ക് പോവാം. പിന്നെ 2 ദിവസത്തിനുള്ളിൽ ആംബ്രോസ് നിനക്ക് കുറച്ച് കാശ് അവിടെ കൊണ്ടുതരും. ചെവള കൂടി ഒന്ന് വന്നോട്ടെ. എനിക്ക് വേണ്ടടി നിന്റെ പണം. നീ ആ കൊച്ചിനെ വിറ്റ് കാശ് വാങ്ങിന്ന് എനിക്കറിയാം. ഇപ്പോ ആ പാവം പെണ്ണിനെ വിൽക്കാൻ പോകുന്നു. നീ പലപ്പോഴായി എന്നെ ഏൽപ്പിച്ച പണം കൂലിപ്പണി ചെയ്തിട്ടാണെങ്കിലും ഞാനുണ്ടാക്കും. എന്നിട്ട് നിന്റെ മുഖത്ത് ഞാനത് വലിച്ചെറിയും. ആ പെണ്ണിന്റെ കണ്ണീരിന് നീ കണക്ക് പറയേണ്ടി വരൂടി. എണ്ണി എണ്ണി അനുഭവിക്കാതെ നീ ഈ ഭൂമിയിൽ നിന്ന് പോവില്ല. പോട്ടടാ, അവക്ക് ഈ ഭൂമിയിൽ നന്നായിട്ട് ജീവിക്കാൻ പറഞ്ഞിട്ടില്ല. ഈ വീട്ടിലെ എൻ്റെ അവസാനത്തെ രാത്രിയായത്. പടിയിറങ്ങിപ്പോകേണ്ട സാഹചര്യങ്ങൾ ഒരുപാട് വന്നു. ആദ്യ ദിവസം തന്നെ അത് ചെയ്യേണ്ടതായിരുന്നു. അതുകൊണ്ട് തന്നെ മനസ്സിപ്പോട്ടും വേദനിക്കുന്നില്ല. അതിന് മാത്രമുള്ള നല്ല ഓർമ്മകളൊന്നും കൂടെ കൊണ്ടുപോകാനുമില്ല. ഞാൻ ഇപ്പോഴും നിരഞ്ജനോട് പറയേ, തന്നെ ഞാൻ ഒറ്റപ്പെടുത്തിയിട്ടില്ല. താൻ നടത്താൻ പോകുന്ന ആ പ്രസ് മീറ്റ് 1-2 ദിവസത്തേക്ക് മാത്രം മാറ്റിവെച്ചാൽ മതി. 1-2 ദിവസം കൊണ്ട് എന്ത് സംഭവിക്കാനാ? ഫൈസി ഒരു ഉറപ്പ് തന്നെങ്കിൽ നമ്മളെ അയാൾ ബോധ്യപ്പെടുത്തി തരണ്ടേ? വീണ്ടും നമുക്കൊരു മോഹം തരണ്ടെന്ന് പൈസ കരുതി കാണും. സുധിയുടെ മറുപടിയിൽ നിന്ന് തന്നെ എൻ്റെ ചോദ്യത്തിനുള്ള ഉത്തരവുണ്ട്. വെറുതെ ഒരു മോഹം തരിക. കുഞ്ഞിന്റെ കാര്യത്തിൽ ഇപ്പൊ പറയാൻ പറ്റാത്ത എന്തെങ്കിലും കാരണങ്ങളുണ്ടാവും. അല്ലെങ്കിൽ പൈസ ഇത് പറയില്ലേ? നമുക്കത് വിടാം സുധി. എനിക്കൊരു ഹോസ്റ്റലിൽ തൽക്കാലം താമസ സൗകര്യം ശരിയാക്കിയിട്ടുണ്ട്. നാളെ ഇവിടെ നിന്ന് ഇറങ്ങിയാൽ പിന്നെ ഇങ്ങോട്ടൊരു തിരിച്ചുവരവ് ഉണ്ടാവില്ല. ഒരു വാടക വീടെടുത്ത് മാറണം. അമ്മാളുവിനെയും കൂടെ കൂട്ടണം. അപ്പൊ പ്രഗ്നൻസിയോ? നിരഞ്ജന അതിനെന്ത് കാരണം പറയും? 1 മാസം കഴിഞ്ഞ് ഞാൻ പുറത്തു വരൂ. ചോദിക്കുന്നവരോട് പറയാൻ എന്തെങ്കിലും മറുപടി എനിക്ക് അപ്പോഴുണ്ടാവും. പിന്നെ കോടതി പതുക്കെ പോകുന്നുള്ളൂ. മനസ്സൊന്ന് തണുക്കണം. എല്ലാം മായ്ച്ചു കളയണം. പിന്നെ സുധി വീട്ടുകാരോട് ഇനി മത്സരിക്കാൻ നിൽക്കണ്ട. ഒരു മാറ്റം സുധിക്കും നല്ലതാ. സിംഗപ്പൂർ യാത്ര വേണ്ടാന്ന് വയ്ക്കരുത്. 1-2 വർഷം കഴിഞ്ഞ് സുധി തിരിച്ചു വാ. സുധിക്ക് പിന്നെ എന്ത് ചെയ്യണമെന്ന് തോന്നിയാലും ഞാനൊരു തടസ്സമാവില്ല. പിന്നെ പിടിച്ചേൽക്കാൻ വേണ്ടി ഞാൻ ഒരുപാട് പൊരുതി. പക്ഷെ സുധി തന്ന സഹായം കൊണ്ടൊന്നും എനിക്ക് രക്ഷപ്പെടാനായില്ല.
എൻ്റെ തലയിൽ എനിക്ക് വേണ്ടി ഒരു ജീവിതം എഴുതി വെച്ചിട്ടില്ലെന്ന് ഒടുവിൽ ഞാൻ മനസ്സിലാക്കി. ഓരോ പരാജയങ്ങളും എന്നെ അത് പഠിപ്പിച്ചു. ഇന്നൊരു രാത്രി കൂടി ഈ കിടക്കയുടെ ഒരറ്റ എനിക്ക് സ്വന്തം. നാളെ ഇതും ഇല്ലാതാവും. ഞാനെന്നാ കിടക്കുക. ഗുഡ് നൈറ്റ്. എന്തിനാ മോനെ നീ ഇങ്ങനെ കരയുന്നേ? ഒമ്പട് ചക്കരെ, നീ ഇവിടുന്ന് പോയാലും ഞങ്ങളെ കാണാൻ വരൂടാ. എവിടെ വരാൻ? ഞങ്ങള് പാവങ്ങളല്ലേ. കാശുള്ള ഏതോ വീട്ടിലേക്കാ നീ പോകുന്നത്. നിന്നെ കാണാൻ വന്ന ആ സാറായിരിക്കും നിന്നെ കൊണ്ടുപോകുന്നത്. കരയാതെ വാവേ. വാവേ. അനി, എന്താ മച്ചി? ഒന്നിങ് വന്നേ. ഇതാ വരുവാ. കരയില്ലേടാ. കരയാതെ ഇവിടെ കിടക്കണോട്ടോ രണ്ടുപേരും. അടിച്ചൊക്കെ മതി. ഓവറായ എല്ലാവന്മാരും ബോധമില്ലാതെ കിടന്നുറങ്ങി പോവും. എന്താടാ കാര്യം? കാർത്തിയാനി ചേച്ചിക്ക് ആരെങ്കിലും കൊട്ടേഷൻ കൊടുത്തോ? 2-3 ദിവസം ഒന്ന് സൂക്ഷിക്കണമെന്ന് തോന്നിയടാ. അത്രേ ഉള്ളൂ. വരുന്നവന്മാർ വരട്ടടാ, ബാക്കി ഞങ്ങളേറ്റു. ഡാ, ഇനി അടിച്ചുകൊണ്ടിരിക്കുക. നിങ്ങൾ കിടക്കാൻ നോക്കടാ. അളിയാ, നിനക്ക് കിടക്കണ്ടേ? ഞാൻ ഇവിടെ ഇരുന്ന് ഉറങ്ങിക്കോളാം. എന്നെ അങ്ങ് ഉറക്കി കിടത്തിട്ട് നിനക്ക് രക്ഷപ്പെട്ടു പോകാമെന്ന് കരുതിയോ? എനിക്കങ്ങനെ ഉറങ്ങാൻ പറ്റില്ലടി. ഞാൻ അങ്ങനെ ഉറങ്ങിയാൽ തന്നെ എന്റെ പിള്ളേര് 3-4 മുറിക്ക് പുറത്തെ ഉറങ്ങാതിരിപ്പുണ്ട്. അവിടെ നിനക്ക് പോകാമടി. ഇനി നിന്നെ നോക്കിയിരിക്കേണ്ട കാര്യമൊന്നും എനിക്കില്ല. നിന്നെ കെട്ടിക്കൊണ്ട് പോകാൻ അവനിങ്ങി വന്നാ ഞാൻ കൂടെ അയച്ചേക്കാം. ഈ രാത്രി കൂടെ നിന്നെ ഞാൻ നോക്കിയാ മതി. നാളെ അവനിങ്ങി വരും. നിന്നെ മോഹിച്ചവൻ ചെവളരാഘവൻ. ഇന്ന് രാത്രിയിൽ അവൻ അവിടുന്ന് പുറപ്പെടും. പകൽ അവനിവിടെ എത്തും. നിന്റെ കൈ പിടിച്ച് അവന് കൊടുത്ത എന്റെ ജോലി തീരും. ഇപ്പൊ മനസ്സിലായില്ലേ ഞാൻ നിന്നെ കൂടെ പൊറപ്പിച്ച എന്തിനാണെന്ന്? പോയി കിടക്കടി അവിടെ. ഇവിടെ അടങ്ങി കിടന്നോണം. അനുസരിച്ചില്ലെങ്കിൽ നിന്റെ കയ്യും കാലും വരിഞ്ഞു കെട്ടി ഞാൻ വിടും. മനസ്സിലായോ? എനിക്ക് പോകണം. പോയി കിടക്കടി നീ അങ്ങോട്ട്. പോ.
നോക്കടാ. ഹലോ മാഡം, ഞാൻ അർച്ചനയാ. അർച്ചന, എന്താ ഈ രാത്രിയില്? മാഡം, ഞാൻ അർച്ചനെ അന്വേഷിച്ച് ഞാൻ ആ വീട്ടിൽ വന്നിരുന്നു. അർച്ചന ഇപ്പൊ എവിടെയാ? മാഡം, എനിക്കെന്റെ കുഞ്ഞിനെ നഷ്ടപ്പെട്ടു. നഷ്ടപ്പെട്ടെന്നോ? ഞാൻ തടവിലായിരുന്നു. എന്നെ അവരൊരാൾക്ക് വിൽക്കും. അർച്ചന ഇപ്പൊ എവിടെയുണ്ട്? ഞാൻ തെന്മലയില. ലുക്കൌട്ട് പോയിന്റ് എന്നൊരു സ്ഥലമുണ്ട്. അതിന്റെ താഴത്തെ റോഡിലാണ് ഞാൻ. അവരെന്റെ പിന്നാലെ ഉണ്ട് മാഡം. പിടി കൊടുക്കരുത്. ഞാൻ ഉടനെ അങ്ങോട്ട് വരാം. അതുവരെ എവിടെയെങ്കിലും ഒളിച്ചിരിക്കണം. കേൾക്കുന്നുണ്ടോ? ഉണ്ട്. ലുക്കൌട്ട് പോയിന്റിൽ വന്നിട്ട് ഞാൻ വിളിക്കാം. അതിനടുത്തുള്ള ഏതെങ്കിലും ഒരു ഭാഗത്ത് ഒളിച്ചിരുന്നാ മതി. ശരി മാഡം. ഫോൺ നഷ്ടപ്പെടാതെ നോക്കണം. ധൈര്യമായിട്ടിരിക്കും. ഞാനിതാ പുറപ്പെട്ടു കഴിഞ്ഞു.
അച്ഛാ അച്ഛാ എന്താ മോളെ, നീ ഇതെവിടേക്കാ? അച്ഛനൊന്ന് വാതിലടച്ചേക്ക്. എനിക്ക് അത്യാവശ്യമായിട്ട് ഹോസ്പിറ്റലിൽ വരെ ഒന്ന് പോണം. രവി, എന്താ മാഡം? എനിക്ക് പുറത്തേക്കൊന്ന് പോണം. എങ്കിൽ ഞാൻ ഗേറ്റ് തുറക്കാം മാഡം. ഗേറ്റ് തുറന്നാൽ മാത്രം പോരാ, രവിയും കൂടെ വരണം. ശരി മാഡം. ഹലോ അർച്ചന മാഡം. മാഡം, അർച്ചനയ്ക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? എനിക്ക് നല്ല തളർച്ച തോന്നുന്നു മാഡം. ധൈര്യം കൈവിടരുത്, ഞാൻ ഉടനെ എത്തും. അർച്ചനയുള്ള സ്ഥലത്തിന്റെ പേരെന്താ? ഇത് ലുക്ക് ഔട്ട് പോയിന്റാ മാഡം. അതിന്റെ താഴെ ഞാൻ എത്തി. ഓക്കെ, അവിടെ തന്നെ നിന്നോ, ഞാൻ വന്നോണ്ടിരിക്കുക. ഫോൺ കയ്യിൽ നിന്ന് പോകാതെ സൂക്ഷിച്ചോളണേ. ശരി മാഡം. ലുക്ക് ഔട്ട് പോയിന്റ്. ഈ പറഞ്ഞ ഭാഗത്തൊക്കെ കാട്ടുമൃഗങ്ങളുണ്ട്. എനിക്ക് അവിടെ നന്നായിട്ട് അറിയാം മാഡം. നിങ്ങൾ എന്നെ പേടിപ്പിക്കാതിരിക്കുക. അവൾക്കൊന്നും സംഭവിക്കാതിരുന്നാ മതിയായിരുന്നു. ഒന്ന് വേഗം വിട്ടേ.